ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പപ്പടം തൈര് കറിയാണ് കേട്ടോ. ഇതുപോലൊരു പപ്പടം തൈര് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും സൈഡായിട്ട് നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പപ്പടം തൈര് കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അധികം പുളിയും വേണ്ട നമ്മുടെ ഈ തൈരിന്. തൈര് ഇതുപോലെ റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 5 പപ്പടം ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പപ്പടം കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് പപ്പടം കംപ്ലീറ്റ് ആയിട്ട് ചേർക്കണ്ട, എങ്കിൽ പിന്നെ അത് പരസ്പരം ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ നല്ലപോലെ പൊള്ളി വരില്ല. അതിൻ്റെ പേരിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് ഈ പപ്പടം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു പപ്പടം ഫുള്ളായിട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് പൊടിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പപ്പടത്തിൻ്റെ അളവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഒരു 2-3 പപ്പടം കൂടി കൂടുതൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരല്പം ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഒരു 5 ചെറിയുള്ളി ഞാനിതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. മീഡിയം സൈസുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ തന്നെ നമ്മുടെ സവാളയെല്ലാം ഒന്ന് കളറ് മാറി തുടങ്ങട്ടെ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ ഉള്ളിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ഈ ഒരു സമയം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകാണ്. 1 ടീസ്പൂൺ നിറയെ ചേർക്കുകയാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടിയാണ്. കൂടെ തന്നെ ഒരു 2 പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പപ്പടം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പപ്പടവും ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പപ്പടം പൊടിഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പപ്പടമെല്ലാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന തൈരിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പുള്ളതാണ്, അതിൻ്റെ പേരിൽ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ പപ്പടത്തിൻ്റെ മിക്സ് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഒരല്പം ഞാനിപ്പോൾ മാറ്റി വെക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ ഈ പപ്പടത്തിൻ്റെ മസാലയുടെയൊക്കെ ടേസ്റ്റ് നല്ലതുപോലെ നമ്മുടെ തൈരിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പപ്പടം കൂടി ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടവും നമുക്ക് ആ സമയം കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇറങ്ങിയ നമ്മുടെ തൈരിൻ്റെ മിക്സ് ഉണ്ടാവും. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ പപ്പടം തൈര് കറി നമുക്ക് കിട്ടുന്നത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.